ഒന്നാം ലോക മഹായുദ്ധം. ലോകത്തെ മാറ്റിമറിച്ച മഹായുദ്ധം മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ യുദ്ധങ്ങളിൽ ഒന്നായിരുന്നു. ഒരു ചെറിയ രാഷ്ട്രീയ സംഘർഷത്തിൽ നിന്ന് ആരംഭിച്ച ഈ യുദ്ധം പിന്നീട് ലോകത്തിന്റെ വലിയൊരു ഭാഗത്തെയും ബാധിക്കുകയും രാജ്യങ്ങളുടെയും സാമ്രാജ്യങ്ങളുടെയും ഭാവി മാറ്റിമറിക്കുകയും ചെയ്തു. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ചരിത്രവും ലോകത്തിലെ പ്രധാന സംഭവങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ പിന്തുടരുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കും നൽകാൻ മറക്കരുത്. ഇനി നമുക്ക് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ചരിത്രത്തിലേക്ക് കടക്കാം. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ യൂറോപ്പ് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഭൂഖണ്ഡമായിരുന്നു. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, ഓസ്ട്രിയ-ഹംഗറി തുടങ്ങിയ രാജ്യങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു. രാജ്യങ്ങൾ തമ്മിലുള്ള അധികാര മത്സരം, സാമ്രാജ്യത്വമോഹങ്ങൾ, ആയുധ മത്സരം, പരസ്പര സംശയങ്ങൾ എന്നിവ യൂറോപ്പിൽ വലിയ സംഘർഷത്തിന് കാരണമായി. അതോടൊപ്പം രാജ്യങ്ങൾ പരസ്പരം സഹായിക്കാൻ വലിയ സഖ്യങ്ങൾ രൂപപ്പെടുത്തി. ഈ സഖ്യങ്ങളാണ് പിന്നീട് ഒരു ചെറിയ പ്രശ്നത്തെ ലോകവ്യാപകമായ യുദ്ധമാക്കി മാറ്റിയത്. ക്രിസ്തുവർഷം 1914 ജൂൺ 28 ബോസ്നിയയിലെ സാരയേവോ നഗരത്തിൽ ഒരു നിർണായക സംഭവം നടന്നു. ഓസ്ട്രിയ-ഹംഗറി സാമ്രാജ്യത്തിന്റെ കിരീടാവകാശിയായ ഫ്രാൻസ് ഫെർഡിനാൻഡ് രാജകുമാരനും അദ്ദേഹത്തിന്റെ ഭാര്യയും വധിക്കപ്പെട്ടു. ഈ സംഭവം ഓസ്ട്രിയ-ഹംഗറിയും സെർബിയയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാക്കി. തുടർന്ന് രാജ്യങ്ങൾ പരസ്പരം യുദ്ധം പ്രഖ്യാപിക്കാൻ തുടങ്ങി. സഖ്യബന്ധങ്ങൾ കാരണം കൂടുതൽ രാജ്യങ്ങൾ യുദ്ധത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ഒരു പ്രാദേശിക പ്രശ്നം ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധങ്ങളിൽ ഒന്നായി മാറി. യുദ്ധത്തിൽ പ്രധാനമായും രണ്ട് വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒരു ഭാഗത്ത് ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ട സഖ്യശക്തികൾ ഉണ്ടായിരുന്നു. മറ്റൊരു ഭാഗത്ത് ജർമ്മനി, ഓസ്ട്രിയ-ഹംഗറി, ഒട്ടോമൻ സാമ്രാജ്യം തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ട കേന്ദ്രശക്തികൾ ഉണ്ടായിരുന്നു. യുദ്ധം ആരംഭിച്ചതോടെ യൂറോപ്പിലെ പല പ്രദേശങ്ങളും യുദ്ധഭൂമിയായി മാറി. ഈ യുദ്ധത്തിലെ ഏറ്റവും ഭീകരമായ അനുഭവങ്ങളിൽ ഒന്നായിരുന്നു ട്രെഞ്ച് യുദ്ധം. സൈനികർ മണ്ണിനടിയിൽ നിർമ്മിച്ച നീണ്ട കുഴികളിൽ മാസങ്ങളോളം കഴിയേണ്ടി വന്നു. ചെളി, തണുപ്പ്, രോഗങ്ങൾ, ശത്രുവിന്റെ ആക്രമണങ്ങൾ എന്നിവ അവരുടെ ജീവിതം വളരെ ദുഷ്കരമാക്കി. ഈ യുദ്ധത്തിൽ പുതിയ ആയുധങ്ങളും ഉപയോഗിച്ചു. മെഷീൻ ഗണ്ണുകൾ, ടാങ്കുകൾ, യുദ്ധവിമാനങ്ങൾ, വിഷവാതകങ്ങൾ എന്നിവ യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിമറിച്ചു. വെർഡൻ യുദ്ധവും സോം യുദ്ധവും പോലുള്ള വലിയ പോരാട്ടങ്ങളിൽ അനേകം സൈനികർ ജീവൻ നഷ്ടപ്പെടുത്തി. യുദ്ധം നീണ്ടുനിന്നപ്പോൾ രാജ്യങ്ങൾ സാമ്പത്തികമായും സൈനികമായും വലിയ പ്രതിസന്ധികൾ നേരിട്ടു. ക്രിസ്തുവർഷം 1917 അമേരിക്ക സഖ്യശക്തികളുടെ ഭാഗത്തുനിന്ന് യുദ്ധത്തിൽ പ്രവേശിച്ചു. അമേരിക്കയുടെ സൈനിക സഹായം യുദ്ധത്തിന്റെ ഗതി മാറ്റുന്നതിൽ വലിയ പങ്കുവഹിച്ചു. ഒടുവിൽ ക്രിസ്തുവർഷം 1918 കേന്ദ്രശക്തികൾ ദുർബലമായി. നവംബർ 11 യുദ്ധവിരാമം പ്രഖ്യാപിക്കപ്പെട്ടു. ഇതോടെ 4 വർഷം നീണ്ടുനിന്ന ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു. ഈ യുദ്ധത്തിൽ കോടിക്കണക്കിന് ആളുകൾ മരിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു. നിരവധി നഗരങ്ങളും ഗ്രാമങ്ങളും തകർന്നു. യുദ്ധത്തിനു ശേഷം ലോകത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ജർമ്മൻ സാമ്രാജ്യം, ഓസ്ട്രിയ-ഹംഗറി സാമ്രാജ്യം, റഷ്യൻ സാമ്രാജ്യം, ഒട്ടോമൻ സാമ്രാജ്യം എന്നിവ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി. ജർമ്മനിക്ക് മേൽ ചുമത്തപ്പെട്ട കർശനമായ വ്യവസ്ഥകൾ പിന്നീട് വലിയ അസന്തോഷത്തിന് കാരണമായി. ഈ സാഹചര്യങ്ങളാണ് പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്കുള്ള വഴികളിൽ ഒന്നായത്. ഒന്നാം ലോക മഹായുദ്ധം ഒരു യുദ്ധം മാത്രമല്ലായിരുന്നു. അത് ലോകചരിത്രത്തെ മാറ്റിമറിച്ച ഒരു വലിയ വഴിത്തിരിവായിരുന്നു. ലക്ഷക്കണക്കിന് ജീവനുകൾ നഷ്ടപ്പെട്ട ഈ മഹായുദ്ധം മനുഷ്യരാശിക്ക് സമാധാനത്തിന്റെ വില പഠിപ്പിച്ച ഒരു വലിയ ചരിത്രപാഠമായി മാറി. ഈ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പങ്കുവെക്കൂ. ഇത്തരത്തിലുള്ള ചരിത്ര വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു പ്രധാന ചരിത്ര സംഭവവുമായി വീണ്ടും കാണാം.